മാവേലിക്കര നഗരസഭ 5, 6, 10, 11 വാർഡുകളിൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് KR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കരയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങൾ ജനപങ്കാളിത്തത്തോടെ നടത്തിയെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് പറഞ്ഞു. മാവേലിക്കര നഗരസഭ 5, 6, 10, 11 വാർഡുകളിലെ കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം DCC വൈസ് പ്രസിഡന്റ് KR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം ഒറ്റക്കെട്ടായി, അവിടെ രാഷ്ട്രീയമില്ല. കാരണം പ്രത്യേകിച്ച് കോൺഗ്രസിന് ആൾക്കാർക്ക് രാഷ്ട്രീയമില്ല. കാരണം ഇന്ന് കാണുന്ന ഭാരതത്തെ സൃഷ്ടിച്ച കോൺഗ്രസിന്, ഇന്ന് കാണുന്ന സൈന്യ സംവിധാനങ്ങളെ സൃഷ്ടിച്ച കോൺഗ്രസിന്, ഇന്ന് കാണുന്ന ആണവ ശക്തിക്ക് എല്ലാം രൂപം കൊടുത്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം കഴിഞ്ഞുള്ള ചിന്ത മാത്രമേ കോൺഗ്രസിനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ ഭാരതത്തിന്റെ നിലനിൽപ്പിനും ഭാരതത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഭാരതത്തിന്റെ വലിയ വിജയത്തിനും വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന. യാതൊരു സംശയം വേണ്ട. ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ആ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നവരാണ്. ഇവിടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടത്തുമ്പോൾ ഇന്നിപ്പോ പ്രസക്തിയുണ്ട് അതിന്. കാരണം ഈ കുടുംബ സംഗമങ്ങൾ നടത്തുമ്പോൾ പലരും ചോദിച്ചു, കഴിഞ്ഞ വർഷം എന്താ മഹാത്മാഗാന്ധി ഇല്ലായിരുന്നു എന്ന്. ഉണ്ട്. മഹാത്മാഗാന്ധി ഈ ലോകമുള്ളിടത്തോളം കാലം ഭാരതീയന്റെ മനസ്സിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്, വലിയ മഹാത്മാവാണ് മഹാത്മാഗാന്ധി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോൾ ഈ കുടുംബസംഗമം നടത്താൻ കാരണം, ഒരു പ്രത്യേക കാരണം, മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് കടന്നു പോകുമ്പോഴും ഒരിക്കൽ മാത്രമാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. അത് 1924 ഡിസംബറിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷികം കോൺഗ്രസ് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെമ്പാടും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കുടുംബ സംഗമങ്ങൾ നടത്തുന്നത്. ഒരു കാരണം കൂടി, ഭാരതത്തിന്റെ നവോത്ഥാന നായകരിൽ ഒരാളായ ശ്രീനാരായണ ഗുരുദേവൻ, ആ ശ്രീനാരായണ ഗുരുദേവനുമായി മഹാത്മാഗാന്ധി നേരിട്ട് കണ്ട് സംസാരിച്ചതിന്റെ 100ാം വാർഷികവും ഇപ്പോഴാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുമായി കോൺഗ്രസ് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ഇപ്പോൾ പഹൽഗാം വിഷയം അടക്കം വരുമ്പോൾ ഈ കുടുംബ സംഗമങ്ങൾ നടത്തേണ്ടതിന്റെ അനിവാര്യതയുള്ള കാലമാണ് ഇത് എന്ന് നമ്മളെ ഓരോന്നും ഓർമ്മപ്പെടുത്തുകയാണ്. വാർഡ് പ്രസിഡന്റ് തോമസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട നൈനാൻ സി കുറ്റിശ്ശേരിയെ ബ്ലോക്ക് പ്രസിഡന്റ് ആദരിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ T കൃഷ്ണകുമാരി, DCC ജനറൽ സെക്രട്ടറിമാരായ MK സുധീർ, KL മോഹൻലാൽ, UDF നിയോജക മണ്ഡലം ചെയർമാൻ K ഗോപൻ, കൗൺസിലർമാരായ സജീവ് പ്രായിക്കര, ശാന്തി അജയൻ, മനസ് രാജൻ, DCC അംഗങ്ങളായ SY ഷാജഹാൻ, വള്ളികുന്നം ഷൗക്കത്ത്, അജിത് കണ്ടിയൂർ, ഉമാദേവി ഇടേശ്ശേരി, ശാന്തി തോമസ്, ലൈല ഇബ്രാഹിം, അഹമ്മദ് കൊല്ലകടവ്, അജയൻ തൈപ്പറമ്പിൽ, MM അലക്സ് നൈനാൻ, ജോൺ P രാമചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റുമാരായ മാത്യു കണ്ടത്തിൽ, ജസ്റ്റിസൺ പാട്രിക്, ബിനി വിപിൻ, ഏലിയാമ്മ, KP ജോൺ എന്നിവർ സംസാരിച്ചു. മാവേലിക്കരയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങൾ ജനപങ്കാളിത്തത്തോടെ നടത്തിയെന്നും കുടുംബസംഗമങ്ങളിൽ മുതിർന്ന പൗരന്മാരെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവഞ്ചന തുറന്നുകാട്ടിയുള്ള പ്രഭാഷണങ്ങളിലൂടെ ഏറ്റവും താഴെത്തട്ടിലേക്ക് പ്രവർത്തനത്തെ എത്തിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞുവെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.